Hello everyone, welcome back to our YouTube channel. It's me Henna. ഇന്ന് നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കും എന്തൊക്കെയാണ് വുഡ് എന്ന വേർഡിന്റെ യൂസസ് എന്ന്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വേർഡാണ് കേട്ടോ വുഡ്. ഈ വുഡ് എന്ന വേർഡിന്റെ യൂസസ് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് നല്ല രസമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം. ഓക്കെ, സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. WOULD വുഡ് അല്ലേ? ഇതെങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക? നമ്മളുടെ മരം ഇല്ലേ വുഡ്, അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ WOULD എന്ന് എഴുതുന്നതും WOOD എന്ന് എഴുതുന്നതും രണ്ടിൻ്റെയും ഉച്ചാരണം സെയിം ആണ്. സ്റ്റാർട്ടിങ് വിത്ത് ദ യൂസസ് ഓഫ് വുഡ്. നമ്മൾ വുഡിൻ്റെ യൂസസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് യൂസ് എന്താണ്? എനിക്ക് വേണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് വേണം എന്ന് പറയാനായിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഐ വോണ്ട് എന്ന് പറയും അല്ലേ? ഇതിന് പകരം പൊളൈറ്റായിട്ട് വളരെ എളിമയോടുകൂടി നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? ഐ വുഡ്. എനിക്ക് വേണം എന്ന് പറയാനായിട്ട് ഐ വുഡ് യൂസ് ചെയ്യും. ഐ വോണ്ടിന് പകരം ഐ വോണ്ടിനെ നമ്മൾ ഐ വുഡ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എനിക്ക് ചായ വേണം, ഇത് നമ്മളെങ്ങനെ പറയും? ഐ വോണ്ട് സം ടീ എന്ന് പറയാം, പക്ഷേ കുറച്ച് പൊളൈറ്റായിട്ട് എളിമയോടുകൂടി പറയണമെങ്കിൽ ഐ വുഡ് ലൈക്ക് സം ടീ. ഐ വുഡ് ലൈക്ക് സം ടീ. എനിക്ക് കുറച്ച് ചായ വേണം. ഐ വോണ്ട് സം ടീ എന്നതിന് പകരമാണ് നമ്മളിവിടെ ഐ വുഡ് ലൈക്ക് സം ടീ എന്ന് ഉപയോഗിച്ചത്. ഇനി എനിക്കൊരു ബാഗ് വേണം. നമ്മളൊരു ബാഗൊക്കെ വിൽക്കുന്ന ഒരു കടയിൽ പോയി അവിടെ ചെന്നിട്ട് എനിക്കൊരു ബാഗ് വേണം എന്ന് നമ്മൾ പറയും അല്ലേ? അപ്പോൾ എനിക്കൊരു ബാഗ് വാങ്ങണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഐ വോണ്ട് ടു ബൈ എ ബാഗ് എന്നതിന് പകരം ഐ വുഡ് ലൈക്ക് ടു ബൈ എ ബാഗ് എന്ന് നമുക്ക് പറയാം. എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ല കേട്ടോ ഞാനിവിടെ എഴുതുന്നത്. ഐ വുഡ് ലൈക്ക് ടു ബൈ എ ബാഗ്. എനിക്കൊരു ബാഗ് വേണം. നമ്മൾ നോർമലി ഒരു ബാഗ് കടയിൽ പോയിട്ട് നമ്മൾ പറയില്ലേ, ചേട്ടാ എനിക്കൊരു ബാഗ് വേണമായിരുന്നു എന്ന് പറയും അല്ലേ? അപ്പോൾ എനിക്കൊരു ബാഗ് വേണം എന്നതിന് പകരം നമുക്ക് ഐ വോണ്ട് എ ബാഗ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ബൈ എ ബാഗ് എന്ന് നമുക്ക് പറയാം. പക്ഷേ നമുക്ക് കുറച്ച് പൊളൈറ്റായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പറയും? ഐ വുഡ് ലൈക്ക് ടു ബൈ എ ബാഗ്. ഐ വുഡ് ലൈക്ക് ടു ബൈ എ ബാഗ് എന്ന് പറയാം. എനിക്ക് അവിടെ പോകണം, ഇത് നമ്മൾ നോർമലി എങ്ങനെയാണ് പറയുക? എനിക്ക് അവിടെ പോകണം, ഐ വോണ്ട് ടു ഗോ ദെയർ അല്ലേ? ഇത് നമ്മൾ വുഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പറയും? ഐ വുഡ് ലൈക്ക് ടു ഗോ ദെയർ. ഐ വുഡ് ലൈക്ക് ടു ഗോ ദെയർ. കുറച്ച് പൊളൈറ്റായിട്ട് പറയണമെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഗോ ദെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റൻസസ് ഒന്നും കൂടി വായിച്ചു നോക്കാം. എനിക്ക് ചായ വേണം എന്നുള്ളതിന് ഐ വുഡ് ലൈക്ക് സം ടീ എന്ന് പറയാം. എനിക്കൊരു ബാഗ് വേണം, ഐ വുഡ് ലൈക്ക് ടു ബൈ എ ബാഗ്. എനിക്ക് അവിടെ പോകണം, ഐ വുഡ് ലൈക്ക് ടു ഗോ ദെയർ. നൗ കമ്മിങ് ടു ദ സെക്കൻഡ് യൂസ് ഓഫ് വുഡ്. അടുത്ത യൂസ് എന്താണ്? ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ? പൊളൈറ്റായിട്ട്, വളരെ പൊളൈറ്റായിട്ട് നമുക്കൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വുഡ് യൂസ് ചെയ്യാം. ഓക്കെ, വുഡ് യു ലൈക്ക് സം ടീ? കുറച്ച് ചായ എടുക്കട്ടെ. ഇതെങ്ങനെയാ ചോദിക്കുക? വുഡ് യു ലൈക്ക് സം ടീ? കുറച്ച് ചായ എടുക്കട്ടെ എന്നെങ്ങനെയാ ചോദിക്കുക? വുഡ് യു ലൈക്ക് സം ടീ? നമ്മുടെ വീട്ടിലിപ്പോൾ വിരുന്നുകാർ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചായ വേണോ എന്ന് ചോദിക്കില്ലല്ലോ, ചായ എടുക്കട്ടെ എന്നല്ലേ ചോദിക്കുക. അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? വുഡ് യു ലൈക്ക് സം ടീ? വുഡ് യു ലൈക്ക് സം ടീ? ഒരു കപ്പ് കാപ്പി എടുക്കട്ടെ എന്നാണെങ്കിൽ എങ്ങനെ ചോദിക്കും? Would you like a cup of coffee? Would you like a cup of coffee? ഒരു കപ്പ് കോഫി എടുക്കട്ടെ എന്നാണെങ്കിൽ would you like a cup of coffee? Would you like a cup of coffee എന്ന് ചോദിക്കാം. ഇനി വളരെ വിനയത്തോടുകൂടി നമുക്ക് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ, do you want to come എന്ന് ചോദിക്കരുത്. അതായത് അത് ഇത്തിരി ഹാർഷാവും. do you want to come, നിനക്ക് വരണോ എന്നല്ല, വരാൻ താല്പര്യമുണ്ടോ ഞങ്ങളുടെ കൂടെ, കുറച്ച് വിനയത്തോടു കൂടി ചോദിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചോദിക്കാം വുഡ് ഉപയോഗിച്ചിട്ട്? വുഡ് യു ലൈക്ക് ടു കം വിത്ത് അസ്? ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമുണ്ടോ? വുഡ് യു ലൈക്ക് ടു കം വിത്ത് അസ്? ഇപ്പം നമ്മളുടെ ഓഫീസിൽ പുതിയതായിട്ട് ഒരാൾ ജോലിക്ക് കയറിയേക്കാന്ന് വിചാരിക്കുക. അപ്പോൾ അയാളോട് നമ്മൾ അത്ര അങ്ങോട്ട് കമ്പനി ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഡു യു വോണ്ട് ടു കം എന്ന് ചോദിക്കില്ല. എങ്ങനെ ചോദിക്കണം? വുഡ് യു ലൈക്ക് ടു കം വിത്ത് അസ്? ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? വുഡ് യു ലൈക്ക് ടു കം വിത്ത് അസ്? ഇനി അതുപോലെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇന്ന് രാത്രി പുറത്തു പോകാൻ താല്പര്യമുണ്ടോ?
എന്ന് ചോദിക്കണമെങ്കിൽ, നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഇന്ന് രാത്രി പുറത്ത് പോകണമെന്നുണ്ടോ, ഇന്ന് രാത്രി പുറത്ത് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ വുഡ് യു ലൈക്ക് ടു ഗോ ഔട്ട് ടുനൈറ്റ്? വുഡ് യു, ഇന്ന് രാത്രി പുറത്ത് പോകാൻ താല്പര്യമുണ്ടോ? വുഡ് യു ലൈക്ക് ടു ഗോ ഔട്ട്, പുറത്ത് പോകാൻ താല്പര്യമുണ്ടോ? ടുനൈറ്റ്, ഇന്ന് രാത്രി. അപ്പോൾ ടുനൈറ്റ്. ഡു യു വോണ്ട് ടു ഗോ ഔട്ട് ടുനൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്ര പൊലൈറ്റ് അല്ല. ഡു യു വോണ്ട് ടു ഗോ ഔട്ട് ടുനൈറ്റ് എന്ന് ചോദിക്കരുത്. വുഡ് യു ലൈക്ക് ടു ഗോ ഔട്ട് ടുനൈറ്റ്? വുഡ് യു ലൈക്ക് ടു ഗോ ഔട്ട് ടുനൈറ്റ്? അപ്പോൾ വളരെ എളിമയോടുകൂടി വളരെ പൊലൈറ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വുഡ് യു ലൈക്ക്. അപ്പോൾ അതൊരു ഫ്രേസ് ആയിട്ട് പഠിച്ചു വെക്കുക. വുഡ് മാത്രമല്ല, വുഡ് യു ലൈക്ക്. വുഡ് യു ലൈക്ക് അതൊരു ഫ്രേസ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. വുഡ് യു ലൈക്ക്, ഇതിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ പഠിച്ചു വെക്കുക. താല്പര്യമുണ്ടോ, പുറത്ത് പോകാൻ താല്പര്യമുണ്ടോ, ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമുണ്ടോ, അതുപോലെ തന്നെ എന്തായിരുന്നു, ഒരു കപ്പ് ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വുഡ് യു ലൈക്ക്, വുഡ് യു ലൈക്ക്. കമ്മിങ് ടു ദ തേർഡ് യൂസ് ഓഫ് വുഡ്, റിക്വസ്റ്റ്, അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട്. വളരെ എളിമയോടുകൂടി നമ്മൾ അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വുഡ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോർമലി എങ്ങനെയാണ് ചോദിക്കുക? കെൻ യു പ്ലീസ് ആ ഡോർ ഒന്ന് അടയ്ക്കാമോ? കെൻ യു പ്ലീസ് ക്ലോസ് ദ ഡോർ? ഇതിന് പകരം നമ്മൾ വുഡ് ഉപയോഗിച്ചിട്ട് വുഡ് യു മൈൻഡ് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം. വുഡ് യു മൈൻഡ്, ഈ ഫ്രേസ് പഠിച്ചു വെക്കണം കേട്ടോ. വുഡ് യു മൈൻഡ്, ഈ ഒരു ഫ്രേസാണ് നമ്മൾ ക്യാൻ യു പ്ലീസ് എന്നുള്ളതിന് പകരം. അപ്പോൾ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻ യു പ്ലീസ് എന്നുള്ളതിന് പകരം നമുക്ക് വുഡ് യു മൈൻഡ് എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഫ്രേസ് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനും ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ ആ ഡോർ ഒന്ന് അടയ്ക്കാമോ എന്നെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? വുഡ് യൂസ് ചെയ്തിട്ട് വുഡ് യു മൈൻഡ് ക്ലോസിങ് ദ ഡോർ. ഇപ്പം നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, ഒരാൾ ക്ലാസ്സിൻ്റെ അകത്തേക്ക് കയറി വന്നു, അപ്പോൾ വാതിൽ അടച്ചിട്ടില്ല. അയ്യോ ആ വാതിലൊന്ന് അടയ്ക്കോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ചോദിക്കും? വുഡ് യു മൈൻഡ് ക്ലോസിങ് ദ ഡോർ? ഇനി ജനലാണെങ്കിൽ വുഡ് യു മൈൻഡ് ക്ലോസിങ് ദ വിൻഡോ എന്ന് നമുക്ക് ചോദിക്കാം. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളൊരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളെ കണ്ടു. ഓക്കെ, ഓടിപ്പോയി അയാളുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് അയാളുടെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ? അയാളുടെ കൂടെ ഇല്ല അല്ലേ, അത് മാനേഴ്സ് അല്ല. അപ്പോൾ നമുക്ക് പെർമിഷൻ ചോദിക്കണം, റിക്വസ്റ്റ് ചെയ്യണം. പെർമിഷൻ ചോദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളവിടെ റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ വളരെ വിനയത്തോടുകൂടി എളിമയോടുകൂടി നമ്മൾ അഭ്യർത്ഥിക്കും, ഒരു ഫോട്ടോ എടുത്തോട്ടെ കൂടെ എന്ന് ചോദിക്കും അല്ലേ. ഇതെങ്ങനെ നമ്മൾ ചോദിക്കും? വുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ് ടേക്കിംഗ് എ ഫോട്ടോ അല്ലെങ്കിൽ ടേക്കിംഗ് എ പിക്ചർ? ഒരു ഫോട്ടോ എടുത്തോട്ടെ, വുഡ് യു മൈൻഡ് ടേക്കിംഗ് എ ഫോട്ടോ അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ടേക്കിംഗ് എ പിക്ചർ. ഇനി ഒരുമിച്ച് എന്ന് നമുക്ക് എടുത്തു പറയണം എന്നുണ്ടെങ്കിൽ ഇവിടെ ടുഗെദർ എന്നും കൂടി ആഡ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, കാരണം സെലിബ്രിറ്റീസിനൊക്കെ അറിയാമല്ലേ, അവരുടെ കൂടെ ഒരു ഫോട്ടോ ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ വുഡ് യു മൈൻഡ് ടേക്കിംഗ് എ പിക്ചർ, വുഡ് യു മൈൻഡ് ടേക്കിംഗ് എ ഫോട്ടോ എന്ന് നമുക്ക് ചോദിക്കാം. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ അല്ലെങ്കിൽ പാർക്കിലോ സീറ്റ് ഉണ്ടാവും അല്ലേ, അപ്പോൾ കുറച്ച് നീങ്ങിയിരിക്കാമോ എന്ന് നമ്മൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുടെ അടുത്ത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കെൻ യു പ്ലീസ് മൂവ് എ ബിറ്റ് എന്ന് ചോദിക്കാം. പക്ഷേ നമുക്ക് ഒന്നും കൂടി പൊലൈറ്റായിട്ട് വുഡ് വെച്ചിട്ട് എങ്ങനെ യൂസ് ചെയ്യാം? വുഡ് യു മൈൻഡ് കുറച്ചൊന്ന് നീങ്ങിയിരിക്കാമോ എന്നെങ്ങനെയാണ് ചോദിക്കുക? വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ്, അല്പം ഒന്ന് നീങ്ങാമോ എന്ന് ചോദിക്കുകയാണ് നമ്മൾ. പൊലൈറ്റായിട്ട് ചോദിക്കാനായിട്ട് വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ്, വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ് എന്ന് നമുക്ക് ചോദിക്കാം. കമ്മിങ് ടു ദ ഫോർത്ത് യൂസ് ഓഫ് വുഡ്, ഒരു അൺറിയൽ സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, അതായത് ഇമാജിൻ ചെയ്യാണ് നമ്മൾ, അങ്ങനെ ഒരു സംഭവം ഇല്ല, പക്ഷേ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാണ്. റിയൽ അല്ലാത്തൊരു സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു നായ ഉണ്ടോ? ഇല്ല, എനിക്കിപ്പോൾ ഒരു നായ ഇല്ല കേട്ടോ. അപ്പം ഞാൻ പറയാണ്, എനിക്കൊരു നായ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനെ നടക്കാൻ കൊണ്ടുപോയേനെ എന്ന് പറയാണ്. അപ്പം ഞാൻ ആ സെൻറ്റൻസ് എങ്ങനെ പറയും? ഇഫ് ഐ ഹാഡ് എ ഡോഗ്, എനിക്കൊരു നായ ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ടേക്ക് ഇറ്റ് ഫോർ എ വാക്ക്, ഞാൻ അതിനെ നടക്കാൻ കൊണ്ടുപോയേനെ. ഐ വുഡ് ടേക്ക് ഇറ്റ് ഫോർ എ വാക്ക്. എനിക്കിപ്പോൾ നായ ഇല്ല, അപ്പോൾ ഞാൻ പറയാണ് എനിക്കൊരു നായ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനെ നടക്കാൻ കൊണ്ടുപോയേനെ എന്ന്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം.
ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ ഞാൻ പറന്നേനെ. അപ്പോൾ ഇഫ് ഐ വെയർ എ ബേർഡ്, ഞാൻ ഒരു പക്ഷി ആയിരുന്നെങ്കിൽ ഐ വുഡ് ഫ്ലൈ, എനിക്ക് പറക്കാമായിരുന്നു എന്നാണ് പറയണത്. എനിക്കൊരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ മുഴുവൻ പൈസയും ചാരിറ്റിക്ക് കൊടുത്തേനെ, സംഭാവന കൊടുത്തേനെ എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ പറയും? അതായത് എനിക്ക് ലോട്ടറി അടിച്ചോ? ഇല്ല, എനിക്ക് ലോട്ടറി അടിച്ചിട്ടില്ല. എനിക്ക് ലോട്ടറി അടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറയാണ്, എനിക്ക് എങ്ങാനും ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഞാൻ മുഴുവൻ പണവും സംഭാവന കൊടുത്തേനെ. ഇത് നമ്മളിങ്ങനെ പറയും, ഇഫ് ഐ ഹാഡ് വൺ ദ ലോട്ടറി, എനിക്ക് ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ, ഇഫ് ഐ ഹാഡ് വൺ ദ ലോട്ടറി ഐ വുഡ് ഡൊണേറ്റ് ദ ഹോൾ മണി, മൊത്തം പണവും ഞാൻ ഡൊണേറ്റ് ചെയ്തേനേന്ന്. എനിക്ക് ലോട്ടറി അടിച്ചോ? ഇല്ല, ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ. ഇനി കമ്മിങ് ടു ദ നെക്സ്റ്റ് യൂസ് ഓഫ് വുഡ്. അടുത്ത വുഡിൻ്റെ യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ടു ഗിവ് എക്സ്ക്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഒഴിവ് കഴിവ് പറയുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഒഴിവ് പറയും അല്ലേ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിവാവും. അതിന് വേണ്ടിയിട്ടും നമ്മൾക്ക് വുഡ് യൂസ് ചെയ്യാം. ഇവിടെ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ ഒരു ഫ്രണ്ട് നമ്മളെ പാർട്ടിക്ക് വിളിച്ചു, പക്ഷേ നമുക്ക് പാർട്ടിക്ക് പോകാൻ പറ്റില്ല. പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷേ പാർട്ടിക്ക് പോകാൻ പറ്റില്ല, കാരണം നാളെ ഡ്യൂട്ടി ഉണ്ട് എന്ന് വിചാരിക്കുക. ഓഫീസിൽ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയും ഫ്രണ്ടിൻ്റെ അടുത്ത്? എനിക്ക് ശരിക്കും വരണം എന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് വരാൻ പറ്റില്ല, കാരണം എനിക്കൊരു ഡ്യൂട്ടി ഉണ്ട് എന്ന് നമ്മൾ പറയും അല്ലേ. ഇത് നമുക്ക് വുഡ് ഉപയോഗിച്ചിട്ട് പറയാം. ഇതെങ്ങനെ പറയും? ഐ വുഡ് ലവ് ടു കം, എനിക്ക് വരാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. ഐ വുഡ് ലവ് ടു കം, ബട്ട് ഐ ഹാവ് ഡ്യൂട്ടി ടുമോറോ, എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്. ഐ വുഡ് ലവ് ടു കം, എനിക്ക് വരാനായിട്ട് ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷേ എന്താ ചെയ്യുക, എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്. അപ്പം നമ്മളവിടെ ഒഴിവ് പറയുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളുടെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അപ്പോൾ നമുക്കും പോകണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് നമുക്ക് വയ്യാണ്ടായി. നിർഭാഗ്യവശാൽ നമുക്ക് ആ സമയത്ത് വയ്യാണ്ടായി. അപ്പം നമ്മൾ എങ്ങനെ എക്സ്ക്യൂസ് പറയും? ഐ വുഡ് ലവ് ടു കം, എനിക്ക് വരാനായിട്ട് ഒത്തിരി ആഗ്രഹമുണ്ട്. ഐ വുഡ് ലവ് ടു കം, ഐ വുഡ് ലവ് ടു കം. അപ്പോൾ ഇവിടെ നമ്മൾ ഒഴിവ് പറയാനായിട്ട് ഉപയോഗിക്കുമ്പോൾ പറയുന്ന ഫ്രേസ് വുഡ് ലവ് ടു ആണ് കേട്ടോ. വുഡ് ലവ് ടു ആണ് കൂടുതലും യൂസ് ചെയ്യുക. ഐ വുഡ് ലവ് ടു. അപ്പോൾ ഐ വുഡ് ലവ് ടു കം, ബട്ട് ഐ എം നോട്ട് വെൽ, പക്ഷേ എനിക്ക് സുഖമില്ല. എനിക്ക് വരാനായിട്ട് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് വരാനായിട്ട് ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ എന്താ ചെയ്യുക, വയ്യാണ്ടായിപ്പോയി എന്ന്. അടുത്ത വുഡിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രിഫറൻസ് പറയാനാണ്. അതായത് എനിക്ക് ഇതിനേക്കാളും ഇഷ്ടം ഇതാണ്, ഇതിനേക്കാളും ഭേദം ഇതാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ, രണ്ടെണ്ണത്തിനെ കമ്പയർ ചെയ്തിട്ട് എനിക്ക് ഇതാണ് കുറച്ചുകൂടി നന്നായി തോന്നുന്നത്, അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇതായിരിക്കും ചൂസ് ചെയ്യുക. നമ്മളുടെ ചോയ്സ് അല്ലെങ്കിൽ നമ്മളുടെ പ്രിഫറൻസ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വുഡ് യൂസ് ചെയ്യാം. നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളുടെ ഫ്രണ്ട് നമ്മളുടെ അടുത്ത് ചായ വേണോ കാപ്പി വേണോ എന്ന് നമ്മളുടെ അടുത്ത് ചോദിക്കുകയെന്ന് വിചാരിക്കുക. അപ്പം നമ്മളുടെ പ്രിഫറൻസ് ആണ് ചോദിക്കുന്നത്, ഏതാണ് നിൻ്റെ ഇഷ്ടം എന്ന് നമ്മളുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ, എനിക്ക് കാപ്പിയേക്കാളും ഇഷ്ടം ചായയാണ്, അല്ലെങ്കിൽ ചായയും കാപ്പി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചായയെ ചൂസ് ചെയ്യുള്ളൂ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വുഡ് യൂസ് ചെയ്യാം. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക? വുഡ് റാദർ, വുഡ് റാദർ, ഇതാണ് യൂസ് ചെയ്യുന്ന ഫ്രേസ്. ഈ വുഡ് റാദർ ഈ ഫ്രേസ് ആയിട്ട് പഠിച്ചു വെക്കുകയാണ് എപ്പോഴും എളുപ്പം. അപ്പോൾ പ്രിഫറൻസ് പറയാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ഇഷ്ടവും അനിഷ്ടവും അല്ലെങ്കിൽ നമ്മളുടെ ചോയ്സ് പറയാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും വുഡ് റാദർ യൂസ് ചെയ്യും. അപ്പോൾ എനിക്ക് കാപ്പിയേക്കാളും ഇഷ്ടം ചായയാണ് എന്ന് നമ്മളെങ്ങനെ പറയും? ഐ വുഡ് റാദർ പ്രിഫർ, I would rather prefer tea than coffee. റാദറിൻ്റെ കൂടെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ദാൻ, റാദർ ദാൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഓവർ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഐ വുഡ് റാദർ പ്രിഫർ ടീ ദാൻ കോഫി. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം.
നമ്മളുടെ അച്ഛൻ ഇപ്പോൾ വിദേശത്താണെന്ന് വിചാരിക്കുക, പുറത്താണ്. അപ്പോൾ വരുമ്പോൾ നമ്മളടുത്ത് ചോദിക്കുകയാണ്, പച്ച ഷർട്ട് കൊണ്ടുവരണോ അതോ നീല ഷർട്ട് കൊണ്ടുവരണോ എന്ന് ചോദിക്കുകയാണ്. നമ്മളുടെ ഇഷ്ടം ചോദിക്കുകയാണ്, നമ്മളുടെ പ്രിഫറൻസ് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് നീല ഷർട്ട് മതി എന്ന് ഞാൻ എങ്ങനെ പറയും? ഈ വുഡ് റാദർ വെച്ചിട്ട് I would rather prefer, ഞാൻ ഇതായിരിക്കും പ്രിഫർ ചെയ്യുക എന്ന് പറയാനായിട്ട് I would rather prefer blue shirt than red shirt. I would rather prefer blue shirt than red shirt. ഇനി നമ്മളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ നീ പ്രിഫർ ചെയ്യുക എന്ന് നമ്മളുടെ അടുത്ത് ചോദിക്കാമെന്ന് വിചാരിക്കുക. നമ്മുടെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ പ്രിഫർ ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ലവ് മാരേജ് ആണ് പ്രിഫർ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എങ്ങനെ പറയും? I would rather prefer love marriage than arranged marriage. അറേഞ്ച്ഡ് മാരേജിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുക ലവ് മാരേജ് ആണ് എന്നെങ്ങനെ പറയും? I would rather prefer love marriage than arranged marriage. Now, another use of wood എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കഴിഞ്ഞു പോയ കാലത്തിൽ, അതായത് നമ്മൾ ചെറുതായിരുന്നപ്പോൾ അല്ലെങ്കിൽ മുൻപ് പാസ്റ്റിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ശീലത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വുഡ് യൂസ് ചെയ്യാം. ഞാൻ ചെറുതായിരുന്നപ്പോൾ എന്നും എൻ്റെ അമ്മ എനിക്ക് ലഞ്ച് ഉണ്ടാക്കി തരും സ്കൂളിലേക്ക്. My mother would pack my lunch. എൻ്റെ അമ്മ എന്നും എൻ്റെ ലഞ്ച് പാക്ക് ചെയ്തിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. My mother would pack my lunch every day. When I was in school. ഞാൻ സ്കൂളിലായിരുന്ന കാലത്ത്. When I was in school. ഓക്കെ, ഞാൻ കോളേജിലായിരുന്ന സമയത്ത് ഞാൻ എന്നും 6 മണിക്ക് രാവിലെ എഴുന്നേറ്റിരുന്നു. അതായത് പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ശീലത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഞാൻ കോളേജിലായിരുന്ന സമയത്തൊക്കെ ഞാൻ എന്നും 6 മണിക്ക് എഴുന്നേറ്റിരുന്നു. ഇത് നമ്മളെങ്ങനെ പറയും? I would wake up at 6 AM when I was in college. ഞാൻ കോളേജിലായിരുന്നപ്പോൾ. When I was in college. ഞാൻ കോളേജായിരുന്ന സമയത്ത് ഞാൻ എന്നും രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിരുന്നു. ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് വാട്ട്, ഹൂ, ഹൗ, വെൻ, വെയർ, വൈ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് വുഡ് യൂസ് ചെയ്യാം. നമുക്ക് എക്സാമ്പിൾസ് നോക്കിയാലോ? നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ്? നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ്? വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ്? നിനക്ക് എന്താ കുടിക്കാൻ വേണ്ടത് എന്നെങ്കിലും നമ്മൾ ചോദിക്കും, വാട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്? റിപ്പീറ്റ് ആഫ്റ്റർ മീ, വാട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്? ഓക്കെ, ഇനി ആരായിരിക്കും ജയിക്കുക? ഇത് നമ്മളെങ്ങനെ ചോദിക്കും? ഹൂ വുഡ് വിൻ? ആരായിരിക്കും ജയിക്കുക? ഹൂ വുഡ് വിൻ? ഇനി ഹൗ? നീ എങ്ങനെ പോവും? ഹൗ വുഡ് യു ഗോ? നീ എങ്ങനെ പോവും? ഹൗ വുഡ് യു ഗോ? നീ എങ്ങനെ പോവും? ഹൗ വുഡ് യു ഗോ? ഹൗ വുഡ് യു ഗോ? ഇനി വെൻ? നീ എപ്പോഴായിരിക്കും പോവുക? വെൻ വുഡ് യു ഗോ? വെൻ വുഡ് യു ഗോ? നീ എപ്പോഴായിരിക്കും പോവുക? വെൻ വുഡ് യു ഗോ? ഓക്കെ, വെയർ? ഒരു ട്രിപ്പിൻ്റെ കാര്യം നമ്മൾ നമ്മളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് മെൻഷൻ ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു ട്രിപ്പ് പോണതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് ചോദിക്കുകയാണ് നമ്മളുടെ അടുത്ത്, നീ എങ്ങോട്ടായിരിക്കും ട്രിപ്പ് പോവുക? വേർ വുഡ് യു ഗോ? അല്ലെങ്കിൽ ഇപ്പോൾ ഹണിമൂൺ ആണെന്ന് വിചാരിക്കുക. വേർ വുഡ് യു ഗോ ഫോർ ഹണിമൂൺ? നീ എവിടെയായിരിക്കും ഹണിമൂൺ പോവുക? വേർ വുഡ് യു ഗോ ഫോർ ഹണിമൂൺ? നീ എവിടെയായിരിക്കും ഹണിമൂൺ പോവുക? വേർ വുഡ് യു ഗോ ഫോർ ഹണിമൂൺ? ഇനി വൈ വെച്ചിട്ട്, അവൻ എന്തിനാ ജോലി ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അവൻ എന്തിന് ക്ലാസ് നിർത്തണം, ഇനി അതും അല്ലെങ്കിൽ അവൻ എന്തിനാ അത് ചെയ്യണം എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? അപ്പോൾ നമുക്കിപ്പോൾ ജോലിയുടെ കാര്യമാണെന്ന് വിചാരിക്കുക. അവൻ എന്തിനാ റിസൈൻ ചെയ്യുന്നത്? വൈ വുഡ് ഹി റിസൈൻ? വൈ വുഡ് ഹി
റിസൈൻ. അവൻ എന്തിനാ റിസൈൻ ചെയ്യുന്നത്? അവൻ എന്തിനാണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വൈ വുഡ് ഹി, അവൻ എന്തിനാ അത് ചെയ്യണം? വൈ വുഡ് ഹി ഡു ദാറ്റ്? വൈ വുഡ് ഹി ഡു ദാറ്റ്? അവൻ എന്തിന് പോകണം? വൈ വുഡ് ഹി ഗോ? അപ്പോൾ എന്തിന് എന്ന് ചോദിക്കാനായിട്ട് വൈ വുഡ്. വുഡ് എന്നുള്ള വേർഡിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസാണ് പോസിബിലിറ്റി, ചാൻസ് പറയാൻ, സാധ്യതയെക്കുറിച്ച് സംസാരിക്കാനായിട്ട്. സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട്, പോസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വുഡ് യൂസ് ചെയ്യും. നമുക്ക് സെൻറ്റൻസുകളിലൂടെ എളുപ്പമായിട്ട് മനസ്സിലാക്കാം. ചിലപ്പോൾ നാളെ മഴ പെയ്യും, അതായത് നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ യൂഷ്വലി മേയും മൈറ്റും ഒക്കെ വെച്ചിട്ടാണ് സാധ്യതകൾ പറയുക അല്ലേ? നാളത്തേനെ കുറിച്ച് അല്ലെങ്കിൽ വരാൻ ഇരിക്കുന്നതിനെ കുറിച്ചുള്ള സാധ്യതകൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മേയും മൈറ്റും യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ വുഡ് വെച്ചിട്ടാണ് ഇവിടെ സാധ്യതയെ കുറിച്ച് സംസാരിക്കുന്നത്. ചിലപ്പോൾ നാളെ മഴ പെയ്യും. ഇത് നമ്മൾ വുഡ് വെച്ചിട്ട് എങ്ങനെ സിമ്പിളായിട്ട് പറയും എന്ന് നോക്കാം. ഇറ്റ് വുഡ് റെയിൻ. ഇറ്റ് വുഡ് റെയിൻ ടുമോറോ. നാളെ ചിലപ്പോൾ മഴ പെയ്യും അല്ലെങ്കിൽ നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ പറയും? ഇറ്റ് വുഡ് റെയിൻ ടുമോറോ. ഇറ്റ് വുഡ് റെയിൻ ടുമോറോ. അവൻ ചിലപ്പോൾ ഇന്ന് വരും. അവൻ ഇന്ന് വരാൻ സാധ്യതയുണ്ട്. അവൻ ചിലപ്പോൾ ഇന്ന് വരും എന്നൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് അല്ലേ? ചിലപ്പോൾ ഇന്ന് അവൻ വരും എന്നുള്ളത്. ഇത് നമ്മളെങ്ങനെ പറയും? ഹീ വുഡ് കം ടുഡേ. ഇന്ന് ചിലപ്പോൾ അവൻ വരും. ഹീ വുഡ് കം ടുഡേ. ഹീ വിൽ സംടൈംസ് കം ടുഡേ എന്ന് ഒരിക്കലും പറയരുത് കേട്ടോ. ഹീ വിൽ സംടൈംസ് കം ടുഡേ എന്ന് പറയുന്നത് തെറ്റാണ്. ഹീ വുഡ് കം ടുഡേ. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു യൂസാണ് വുഡിൻ്റെ. അപ്പോൾ ഇന്ന് അവൻ വരാൻ ചാൻസ് ഉണ്ട് എന്നെങ്ങനെ പറയും? ഹീ വുഡ് കം ടുഡേ. റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഹീ വുഡ് കം ടുഡേ. ഞാൻ ചിലപ്പോൾ പാർട്ടിക്ക് പോകും. ഞാൻ ചിലപ്പോൾ പോവും പാർട്ടിക്ക്. ഞാൻ പാർട്ടിക്ക് പോവാൻ ചാൻസ് ഉണ്ട്, ഉറപ്പില്ല. ഇത് നമ്മളെങ്ങനെ പറയും? ഐ വുഡ് ഗോ. ഞാൻ ചിലപ്പോൾ പോവും, ഞാൻ പോവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാനായിട്ട് ഐ വുഡ് ഗോ ഫോർ ദ പാർട്ടി. ഞാൻ പാർട്ടിക്ക് പോവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാനായിട്ട് ഐ വുഡ് ഗോ ഫോർ ദ പാർട്ടി. ഐ വുഡ് ഗോ ഫോർ ദ പാർട്ടി എന്ന് നമുക്ക് പറയാം. ഞാനിവിടെ ഒരു 3-4 സിമ്പിൾ സെൻറ്റൻസുകൾ കൊടുക്കാം സാധ്യത പറയാൻ വേണ്ടിയിട്ട്, അതായത് പോസിബിലിറ്റിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് വുഡ് ഉപയോഗിച്ചിട്ട് ഈ സെൻറ്റൻസുകൾ നിങ്ങളൊന്ന് ഫ്രെയിം ചെയ്ത് കോമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ, ഇറ്റ്സ് മീ ഹെന സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.